എയിംസ് ആണെങ്കിലും അതിവേഗ റെയിലാണെങ്കിലും കേരളത്തോട് കടുത്ത അവഗണനയാണ് കേന്ദ്ര ബജറ്റിലുള്ളത്. അതിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികാരം ഈ ദിവസങ്ങളിൽ ഇന്നലെ ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഉയർത്തുന്നൊരു ചോദ്യം എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ്. ഇതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ എയിംസിന് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിനാലൂരിൽ 150 ഏക്കർ വ്യവസായ വകുപ്പിൻ്റെ സ്ഥലമാണ്. വ്യവസായ വകുപ്പിൻ്റെ സ്ഥലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് 2021-22 തന്നെ, കാരണം കേന്ദ്രം പറഞ്ഞു ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം നിങ്ങൾ കാണിക്കണം, 200 ഏക്കർ സ്ഥലം, അതിൽ ഇന്ന ഒരു സ്ഥലം അത് കാണിക്കണം, അതിൽ വൈദ്യുതിയും വെള്ളവും ഒക്കെ ലഭിക്കത്തക്ക നിലയിലുള്ള സ്ഥലമായിരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 150 ഏക്കർ സർക്കാരിൻ്റെ തന്നെ സ്ഥലമാണ്. 50 ഏക്കർ അക്വയർ ചെയ്തിട്ട് അതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു. ഇതിന് ഏറ്റവും വലിയ തെളിവ് 2020, ഞാൻ ഇന്നലെ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. 2024 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു കത്തിനകത്ത് പറയുന്നത്, അത് ഈ രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ ഇതിന് അംഗീകാരം നൽകണമെന്ന ശുപാർശയോടുകൂടി ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അടുത്ത ഇതിൽ പറയുന്നത് അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യം എയിംസ് എന്നുള്ളത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കേരളം സ്ഥലം കൊടുത്തില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് കേരളത്തിന് തരരുത് എന്നുള്ള നിലപാടാണ്. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റത്തെ അവഗണനയാണ് ഉള്ളത്. അത് കേരളം ഒന്നിച്ച് അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുൻപുള്ള കേന്ദ്രമന്ത്രിസഭയിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട CM-ഉം ഞാനും സംസാരിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും സംസാരിച്ചു. ഇപ്പോഴുള്ള ബഹുമാനീയനായിട്ടുള്ള ശ്രീ JP നദ്ദ, അദ്ദേഹത്തെയും കണ്ട് സംസാരിച്ചു. അദ്ദേഹം നല്ല അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തതായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കത്താണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം അയച്ച കത്തിലെ വാചകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. ഈ 2 ആരോഗ്യമന്ത്രിമാരും ഈ നിലപാടാണ് പറഞ്ഞത്. ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും ധനമന്ത്രാലയം ഇതിന് ഇനി അംഗീകാരം നൽകും എന്നുള്ളതുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നൽകുന്നില്ല എന്നുള്ളത് നൽകണ്ട എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണല്ലോ അതിന് പിന്നിലുള്ളത്.